ലോജിക് ഇടപാടിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ SFIO. ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയണമെന്ന ആവശ്യവുമായി CMRL. കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് കുരുക്കുമുറുകുന്നു. സന്ദീപ് അടക്കം 7 പേരുടെ നുണപരിശോധന ഇന്ന്. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം തള്ളി ഡോക്ടർമാർ. ജോലികളിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം തുടരും. ഗുജറാത്തിലെ സൂറത്തിൽ മെട്രോ നിർമ്മാണത്തിനിടെ ക്രെയിൻ കെട്ടിടത്തിന് മുകളിലേക്ക് വീണു. ആൾ താമസമില്ലാത്ത കെട്ടിടമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രധാനമന്ത്രി ഇന്ന് ഉക്രൈനിൽ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. കീവിലേക്ക് പുറപ്പെട്ടത് പോളണ്ടിൽ നിന്ന് ട്രെയിനിൽ. 33 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനം. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് 1 വർഷം. ദേശീയ ബഹിരാകാശ ദിനാഘോഷം ഡൽഹി ഭാരത് മണ്ഡപത്തിൽ. ചന്ദ്രയാൻ 3 ശേഖരിച്ച ചിത്രങ്ങൾ പുറത്തുവിടും. ISROയുടെ ഭാവി പദ്ധതികളുടെ പ്രഖ്യാപനവും ഇന്നുണ്ടായിരിക്കും. ലൊസേൽ ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. 89.49 മീറ്റർ ദൂരം കണ്ടെത്തിയത് അവസാന നിമിഷത്തിൽ. 90 മീറ്റർ മറികടന്ന് ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് 1ാമത്. വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകി SFIO. 8 ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് നൽകിയത്. ഈ മാസം 28, 29 തീയതികളിൽ ചെന്നൈയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്.